നമസ്തേ. ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലെ വേറൊരു ശ്ലോകം കൂടി. ഇത് നല്ല രസമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ശരണാഗത ദീനാർത്ത പരിത്രാണ പരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ഈ സ്തുതികളൊക്കെ പറയുന്നത് നമ്മുടെ ദേവന്മാരാണ്. ശുംഭ നിശുംഭന്മാരെ വധിച്ചതിന് ശേഷം സന്തോഷമായി ദേവന്മാരുടെ ശത്രുക്കളാണ് അവർ. ദേവന്മാരെ ശത്രു എന്ന് പറയുമ്പോൾ അവരെ ഉപദ്രവിച്ചവരാണ്. അതുകൊണ്ട് അവരെ ദേവി വധിച്ചപ്പോൾ അവർക്ക് തോന്നിയ സന്തോഷം, നന്ദിയും പ്രകടിപ്പിക്കണമല്ലോ. നമ്മളും അങ്ങനെയാണല്ലോ. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരുമ്പോൾ നമ്മൾ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി അവരെ സോപ്പിടുമല്ലോ അല്ലേ. അപ്പോൾ സോപ്പിടുന്നതിന് തന്നെയാണ് സംസ്കൃത ഭാഷയിൽ നമ്മൾ സ്തുതികൾ, സ്തോത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദേവന്മാരുടെ സ്തുതിയാണ് ദേവിക്ക് വേണ്ടി. ഇതിൽ നമോസ്തുതേ, തേ നമഃ അസ്തു, തേ അങ്ങയ്ക്കായിക്കൊണ്ട്, നമഃ അസ്തു നമസ്കാരം ഭവിക്കട്ടെ. ആരാണ് ദേവി? നാരായണി. നാരായണീ ഈകാരാന്ത സ്ത്രീലിംഗം. അതേപോലെ ദേവി, ദേവി ഈകാരാന്ത സ്ത്രീലിംഗത്തിന് സംബോധന രൂപം ദേവി. ആരാണ് ദേവി? സർവസ്യാർത്തി ഹരേ. ഇവിടെ ഹരേ എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രൂപം എന്താണ്? യമുന, യമുനേ, ഗംഗേ. അപ്പോൾ സർവസ്യാർത്തി ഹരാ. ഹരാ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. ഹരാ ഹരിക്കുന്നവൾ, മാറ്റുന്നവൾ. എന്തിനെയാണ്? ആർത്തി, ആർത്തിയെ, ദുഃഖത്തിനെ അകറ്റുന്നവൾ. ആരുടെ? എല്ലാവരുടെയും. സർവസ്യ, സർവസ്യ എല്ലാവരുടെയും. സർവസ്യ ഇത് ഷഷ്ടി വിഭക്തിയാണ്. സർവശബ്ദത്തിൻ്റെ എല്ലാവരുടെയും ആർത്തിയെ, ദുഃഖത്തിനെ ഹരിക്കുന്നവൾ. ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരി മുഴുവനായിട്ടും ദേവിയുടെ ഒറ്റ ഒരു നാമമാണ്. ഒരു സമസ്ത പദം, സൂപ്പറായിട്ടുള്ള സമസ്ത പദമാണ്. എന്താണ് നമുക്ക് നോക്കാം. പരായണേ എന്നാണ് അവസാനം വരുന്നത്. അപ്പം അതിൻ്റെ ഒറിജിനൽ റൂട്ട് എന്താണ്? യമുനേ, ഗംഗേ. ഓർക്കണം, പരായണ, പരായണ ആകാരാന്ത സ്ത്രീലിംഗ രൂപത്തിൻ്റെ സംബോധന രൂപമാണ്. ഇനി നമുക്ക് അപ്പുറത്ത് നിന്ന് സമസ്ത പദത്തിൻ്റെ ഇപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് വരാം, അതിൻ്റെ അർത്ഥം നോക്കാൻ. പരായണ പരിത്രാണ, ആർത്ത, ദീന, ആഗത, ശരണ. ഇത്രയും വേർഡ്സ് ഉണ്ട്. ശരണ, ആഗത, ദീന, ആർത്ത, പരിത്രാണ, പരായണ. ഓ, എന്തൊരു പദമാണല്ലേ. നീണ്ടമായിട്ടുള്ള ഒരു സ്തുതി. പരായണ തത്പരയായിട്ടുള്ളവൾ. എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? പരിത്രാണ സംരക്ഷിക്കാൻ. ദേവി റെഡിയായിട്ട് നിൽക്കുകയാണ് അവിടെ. എല്ലാം നമ്മുടെ ദേവി ദേവന്മാരെ ആയുധങ്ങളായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ അല്ലേ. ആരെങ്കിലും പോയിട്ട് ദുഃഖം പറഞ്ഞു കഴിഞ്ഞാൽ ദാ വരുന്നു ഞാൻ, ദാ റെഡി. നമ്മുടെ രാമൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. രാമന് എപ്പോൾ നോക്കിയാലും ഏത് ഫോട്ടോ നമ്മൾ രാമൻ്റെ നോക്കുകയാണെങ്കിലും ആയുധം സഹിതമായിട്ടുള്ളൊരു ഫോട്ടോ ആയിരിക്കും അല്ലേ. രാമൻ്റെ അഭിഷേകം ചെയ്ത സമയത്ത് അവസാനം പട്ടാഭിഷേകം സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കയ്യിലുണ്ടാവില്ല, റെഡിയാണ്. അതേപോലെ ദേവിയും റെഡിയാണ്. എന്തിനാണ്? പരിത്രാണ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആരെയാണ്? ആർത്ത ദുഃഖിതന്മാരെ. പിന്നീട് ദീനാർത്ത ദീനന്മാരായിട്ട് ദുഃഖിക്കുന്നവര്. പിന്നീടോ അപ്പം ദേവിയുടെ താരം പോകുന്നില്ല, ദുഃഖിക്കുന്നുണ്ട്, പക്ഷെ ദേവിയെ വിളിക്കുന്നുമില്ല, പോകുന്നുമില്ല. അങ്ങനെയുള്ളൊരു ദേവി സഹായിക്കുമോ? ഇപ്പോൾ ഒരു കുഞ്ഞ് കഷ്ടപ്പെടുകയാണ്, അമ്മ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം കുഞ്ഞ് വിളിക്കുമ്പോഴല്ലേ അമ്മ പോവുള്ളൂ അല്ലേ. അമ്മ എന്ന് പറഞ്ഞ കരയും. അല്ലെങ്കിൽ അമ്മ വിചാരിക്കും കുറച്ച് നേരം കളിക്കട്ടെ. കളിക്കുകയൊക്കെ നിർത്തി എല്ലാം റെഡിയായി, നന്നായിട്ട് വിശപ്പായി. അപ്പം അമ്മ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ കുട്ടി കരയാൻ തുടങ്ങും അല്ലേ. കുട്ടി അപ്പം കരയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? കളിപ്പാട്ടം വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ പറഞ്ഞാലും കുട്ടി എന്ത് ചെയ്യും? അയ്യോ എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് അമ്മ മാത്രം മതി എന്ന് പറഞ്ഞ് കരയുമല്ലോ അല്ലേ. അപ്പം അതേപോലെ ഇവിടെ ശരണ ആഗത, ശരണം ദേവി മാത്രമാണ് എനിക്ക് ശരണം എന്ന് ദേവിയുടെ അടുത്ത് പോയവർ. ആഗതം എന്ന് വെച്ചാൽ ദേവിയെ സമീപിക്കുന്നവർക്ക് ദേവി എന്ത് ചെയ്യുന്നു? സംരക്ഷണം നൽകുന്നു. പരിത്രാണ സംരക്ഷണം നൽകാൻ പരായണ ഉത്സുകരായിട്ട് ദേവി, തയ്യാറായിട്ട് ദേവി നിൽക്കുന്നു. അങ്ങനെയുള്ള ദേവി അങ്ങേക്ക് തേ നമഃ അസ്തു. ദേവിയെ വിളിച്ചില്ലെങ്കിലും ദേവി സഹായിക്കും. പക്ഷെ നമുക്ക് അറിയണമല്ലോ അല്ലേ, എന്താണ് നല്ലത്, എന്താണ് നല്ലതല്ലാത്തതെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയണമല്ലോ. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ രക്ഷിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ധാർമ്മിക രീതി നയിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോവും. അല്ലെങ്കിലോ നമ്മൾ തന്നെയാണ് നമ്മുടെ
വിനാശത്തിലേക്കുള്ള വഴി നമ്മൾ തന്നെ കുഴിച്ചെടുക്കുന്നു എന്ന് പറയാം. അപ്പം ഇത് നല്ലൊരു ശ്ലോകം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് രാമായണത്തിൽ നിന്ന് തന്നെ, വാൽമീകി രാമായണത്തിൽ നിന്ന്, ആദികാവ്യം എന്ന് പറയപ്പെടുന്ന വാൽമീകി രാമായണത്തിൽ നിന്ന് ഒരു ശ്ലോകം നോക്കാം.